ആരാണ് അടുത്ത ജെയിംസ് ബോണ്ട്? 1.5 കോടി രൂപയ്ക്ക് മുകളിൽ മൂല്യമുള്ള ജെയിംസ് ബോണ്ട് ഫ്രാഞ്ചൈസി ഏറെ നാളായി അക്ഷമയോടെ കാത്തിരുന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. പുതിയ ജെയിംസ് ബോണ്ടിന് വേണ്ടിയുള്ള അന്വേഷണം ആറൻ ടൈലർ ജോൺസണിലേക്ക് എത്തിയെന്നും ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂവെന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നു. നോ ടൈം ടു ഡൈക്ക് ശേഷം ഡാനിയൽ ക്രേഗ് ബോണ്ടിന്റെ കുപ്പായം അഴിക്കുമെന്ന പ്രഖ്യാപനം ഇയോൺ പ്രൊഡക്ഷൻസും MGM നടത്തിയ ശേഷം ആരാധകർക്കിടയിൽ വലിയ ചർച്ചകളാണ് നടന്നത്. പുതിയ ജെയിംസ് ബോണ്ട് ഒരു സ്ത്രീ ആയിരിക്കുമെന്നായിരുന്നു അതിലെ ഏറ്റവും ചൂടുള്ള വാദഗതി. അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് MGM വ്യക്തമാക്കി. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ചൊന്നും കേൾക്കാതായി. അടുത്തതായി ഇനി വരുന്നത് ഒരു കറുത്ത ബോണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. ഇദ്രിസ് എൽബയ്ക്കാണ് എല്ലാവരും സാധ്യത കൽപ്പിച്ചത്. ആകാംക്ഷയോടെ ബോണ്ട് ആരാധകർ ചെവിയോർത്തിരുന്നത് ബോണ്ട് സിനിമകളുടെ നിർമ്മാതാവായ ബാർബറ ബ്രോക്കോളി എപ്പോഴാണ് വാതുറക്കുന്നതെന്നാണ്. 2.5 വർഷം ബാർബറ പുതിയ ബോണ്ടിനെ കുറിച്ച് പുറം ലോകത്തോട് ഒന്നും പറഞ്ഞില്ലെങ്കിലും അണിയറയിൽ തകൃതിയായി കൂടിക്കാഴ്ചകളും സ്ക്രീൻ ടെസ്റ്റുകളും നടന്നുകൊണ്ടിരുന്നു. ആരൻ ടൈലർ ജോൺസൺ അടക്കം 5 പേരാണ് അവസാന ലിസ്റ്റിൽ ഇടം പിടിച്ചത്. ഡാൻസൺ ഇദ്രിസ്, ഹെൻറി കവിൽ, ജെയിംസ് നോട്ടൺ, റെഗെ ജീൻ പേജ് എന്നിവരാണ് മറ്റു 4 പേർ. കറുത്ത ബോണ്ടിന് വേണ്ടിയുള്ള ലോകത്തിന്റെ കാത്തിരിപ്പ് ഡാൻസൺ ഇദ്രിസിന് കൂട്ടത്തിൽ മുൻതൂക്കം നൽകിയിരുന്നു. പ്രായക്കൂടുതൽ കാരണം ഇദ്രിസ് എൽബയെ ബോണ്ടായി പരിഗണിക്കുന്നില്ലെന്ന് വാർത്ത പരന്നതിനാൽ കൂട്ടത്തിലെ കറുത്ത നടനായ ഡാൻസണിന് എല്ലാവരും സാധ്യത കൽപ്പിച്ചു. സ്നോഫാൾ സീരീസിലെ ഉജ്ജ്വല പ്രകടനം ഈ വാദത്തിന് നിറം നൽകി. ജെയിംസ് ബോണ്ട് ലിസ്റ്റിലുള്ള റെഗെ ജീൻ പേജും സങ്കരനിറക്കാരനായിരുന്നെങ്കിലും സ്റ്റാർ വാല്യൂവിൽ ഡാൻസണിന്റെ അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല റെഗെ. ലോകത്തിന്റെ ഫേവറിറ്റ് ബോണ്ട് ലിസ്റ്റിലെ 3-ാമനായിരുന്നു ഹെൻറി കവിൽ. വാസ്തവത്തിൽ ജെയിംസ് ബോണ്ടാകാൻ വേണ്ടി 2006-ൽ ഡാനിയൽ ക്രേഗിനോട് മത്സരിച്ചയാളാണ് കവിൽ. 4-ാമനായ ജെയിംസ് നോട്ടന് പ്രായം അല്പം കൂടുതലാണെന്നത് പോരായ്മയായി ബോണ്ട് ആരാധകർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ലിസ്റ്റിലെ 5-ാം സ്ഥാനത്ത് ചൂടൻ ചർച്ചകളിലൊന്നും ഉൾപ്പെടാതെ ഒതുങ്ങിക്കൂടിയിരുന്ന പേരായിരുന്നു ആരൻ ടൈലർ ജോൺസൺ. 1990 ജൂൺ 13-ന് ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം ഷെയറിൽ ജനനം. അതായത് ഇപ്പോൾ വയസ്സ് 34. 5 അടി 11 ഇഞ്ച് ഉയരവും 181 പൗണ്ട് ഭാരവും. 10-ാം വയസ്സിൽ ബ്രിട്ടീഷ് മിനി സീരീസുകളിൽ അഭിനയിച്ചു തുടങ്ങിയതാണ് ആരൻ. 2009-ൽ തന്റെ 19-ാമത്തെ വയസ്സിൽ ബീറ്റിൽസ് ഇതിഹാസം ജോൺ ലെനന്റെ ബയോപിക്കായ നോവെയർ ബോയ് എന്ന വിഖ്യാത ചിത്രത്തിലെ നായകനായതോടെ ആരണിന്റെ ശുക്രൻ ഉദിച്ചു. അടുത്ത വർഷം ഹോളിവുഡിലെ എക്കാലത്തെയും പണം വാരി ആക്ഷൻ ചിത്രങ്ങളിലൊന്നായ കിക്കാസിൽ നായകനായി. പിന്നീട് ഒരുപിടി ആക്ഷൻ ചിത്രങ്ങളിലെ പ്രകടനം ആറനെ ഹോളിവുഡിലെ ഷുവർ ഷോട്ടുകളിൽ ഒന്നാക്കി മാറ്റി. പിന്നെ ആറണിന്റെ ജീവിതത്തിലെ മാർവൽ യുഗം ആരംഭിച്ചു. ക്യാപ്റ്റൻ അമേരിക്ക, ദി വിന്റർ സോൾജിയറിലെ ക്വിക്ക് സിൽവറും അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൽ ഇതേ കഥാപാത്രത്തിന്റെ കൂടുതൽ വിപുലമായ പെർഫോമൻസും ആറണിനെ ജെയിംസ് ബോണ്ടായി പരിഗണിക്കുന്നതിൽ വരെ എത്തിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ആറൺ ബോണ്ട് വേഷത്തിലേക്കുള്ള പരിഗണനയ്ക്ക് വന്നതിൽ ആരാധകർ വലിയ ആവേശം പ്രകടിപ്പിച്ചിരുന്നില്ല. നേരത്തെ ബോണ്ട് ചിത്രത്തിന്റെ സ്പൂഫായ കിങ്സ്മാനിൽ നായകനായിരുന്നു ആറൺ. സ്ഥിരതയില്ലാത്ത നടൻ എന്ന വിശേഷണമാണ് ആറണിന് ഹോളിവുഡിലുള്ളത്. ഒരുപിടി വിജയ ചിത്രങ്ങൾ ഉണ്ടെങ്കിലും ചില ഹോങ്കോങ് പ്രൊഡക്ഷൻ ഹൗസുകളുടെ വട്ട് ചിത്രങ്ങൾക്കും തലവെച്ചു കൊടുത്തിട്ടുണ്ട് ആറൺ. എന്നാൽ ഇയോൺ പ്രൊഡക്ഷനിലെ ബാർബറ ബ്രോക്കോളിക്കും MGM-നും അടുത്ത ബോണ്ടായി ആറൻ ടൈലർ ജോൺസൺ എന്ന പേരിനപ്പുറം ചിന്തിക്കാൻ സാധിക്കാത്ത വിധത്തിലായി കാര്യങ്ങളെന്ന് BBC എന്റർടൈൻമെന്റ് ഷോ പറയുന്നു. നിലവിൽ 34 വയസ്സുള്ള ആറണിനെ അടുത്ത 15 വർഷത്തേക്കാണ് ബോണ്ട് ഫ്രാഞ്ചൈസി കരാറിൽ ഉൾപ്പെടുത്തുക. ഒരു ബോണ്ട് കഥാപാത്രത്തിന്റെ കാലയളവാണത്. 48 വയസ്സിൽ സീനിയർ ബോണ്ടായി റിട്ടയർ ചെയ്യാമെന്നതാണ് ആറണിന് അനുകൂലമായ പ്രധാന കാര്യം. ബ്രിട്ടീഷ് ആക്സന്റും ആറണിന് ഒത്തുവന്നു. എന്തായാലും ബോണ്ട് ഫ്രാഞ്ചൈസി നിലവിൽ ക്രിസ്റ്റഫർ നോളാനുമായി ചർച്ചകൾ നടത്തുകയാണ്. 2 ബോണ്ട് ചിത്രങ്ങൾ നോളനെ കൊണ്ട് സംവിധാനം ചെയ്യിക്കുക എന്നതാണ് ലക്ഷ്യം. ഇയാൻ ഫ്ലെമിംഗ് എഴുതിയ 2 ഒറിജിനൽ സീരീസുകളാണ് ഇതിനായി അവർ കണ്ടുവച്ചിരിക്കുന്നത്. നേരത്തെ നോളന്റെ ടെനറ്റിൽ ടൈലർ ജോൺസൺ ഈവ്സ് എന്ന പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നതിനാൽ ഇരുവരും തമ്മിൽ നല്ല യോജിപ്പിലാണെന്നും ബാർബറ കരുതുന്നു.